ഹായ്. തൊപ്പി വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്. ഒത്തിരി പേര് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നാളായിട്ട് ഇവിടെ ഭയങ്കര വിൻ്ററും മഞ്ഞും മഴയും ഒക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഈ ആഴ്ച പൊതുവെ ഒരു നല്ല ക്ലൈമറ്റാണ്. ഇന്നൊരു 20 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് 12 മണിയായി. ഇനി ഞാൻ മൊത്തത്തിൽ ഒരു എനർജി ഇല്ലായിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി, ഞാനും കൊച്ചും കൂടെ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് കൊച്ചു സ്കൂളിൽ പോയി. പിന്നെ ഫോണൊക്കെ ചെയ്ത് കാരണം ഇത്രയും പരിപാടി കഴിയുമ്പോഴത്തേനും ഞാനൊന്ന് റിഫ്രഷ്ഡ് ആവുന്നതാണ്. ഇന്ന് പക്ഷെ ഒന്നിനും ഒരു എനർജി ഇല്ലായിരുന്നു. അതായത് ഞാൻ ഓർത്ത് ഞാനൊരു ഹെയർ വാഷൊക്കെ ചെയ്ത് തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിച്ചു. എന്നിട്ടും ഐ ഡോണ്ട് ഫീൽ ഗുഡ്. പിന്നെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് യോഗട്ടും സ്ക്രാമ്പിൾഡ് എഗ്ഗുമാണ് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കഴിക്കുന്നത്. അതും കഴിച്ചു. പിന്നെ ബുക്ക് വായിച്ച് ഞാൻ ഉറങ്ങിപ്പോവായിരുന്നു. പകലെനിക്ക് ഉറങ്ങുന്നത് അത്ര ഇഷ്ടമല്ല. പകൽ ഉറങ്ങിയാൽ പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേനും എനിക്കൊന്നുകൂടെ എൻ്റെ മൂഡ് ഒന്നുകൂടെ ഒരു ലോ മൂഡിലോട്ട് പോകും. സോ ഐ ഡോണ്ട് വാണ്ട് ടു സ്ലീപ്പ്. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് നടക്കാം. ചെറിയ വെയിലൊക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിൽ നടക്കാമെന്ന് വിചാരിച്ചു. വെയിലുള്ളത് നല്ലതാണ്. എത്രയോ മാസങ്ങൾ കൂടിയാണ് സത്യം പറഞ്ഞാൽ ഒന്ന് വെയിൽ കൊള്ളുന്നത്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഞാൻ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഷോർട്ട് വീഡിയോസാണ് എടുക്കുന്നത്. ഞാനിങ്ങനെ കുക്കിങ്ങിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് ഷോർട്ട് വീഡിയോസ് എടുക്കുമ്പം 1 മിനിറ്റ് നേരത്തെ വീഡിയോ ആണെങ്കിലും അതിൻ്റെ പിന്നിലൊരു 3-4 മണിക്കൂർ നേരത്തെ എഫേർട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് എഫേർട്ടൊന്നും ഇടാനുള്ള ഒരു മോട്ടിവേഷനൊന്നും ഇന്നെനിക്കില്ല. അപ്പോൾ ഞാൻ ഓക്കെ എനിവേ ഐ വിൽ ജസ്റ്റ് ഇതിൽ നടക്കാം എന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷം? ഞാനിവിടെ ചുറ്റിനൊക്കെ ഒന്ന് കാണിച്ചു തരാം. നടന്നിങ്ങ് വരുമ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. നമുക്ക് ഈ അരുവി കണ്ടാലോ? ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെറിയൊരു അരുവി. ഇത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള നെയ്ബർഹുഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ നമ്മൾ വൈറ്റ് ഹൗസ് ഏരിയ എന്നാണ് കൊച്ചു പറയുന്നത്. ഇതിൽ ഒത്തിരി വീടുകൾ നമ്മുടെ ഇന്ത്യക്കാരുടെ വീടുകളുണ്ട്. മരങ്ങളിലൊന്നും ഇലകൾ വന്നു തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇലകളൊക്കെ വന്നേ പറ്റത്തുള്ളൂ. മരങ്ങളെ നിങ്ങളെ ഇലകൾക്ക് വേണ്ടി റെഡിയാവൂ. മാർച്ച് 21 23 എന്തോ ആണ് സ്പ്രിങ്. ഇനിയിപ്പോൾ സ്പ്രിങ് ആകുമ്പം ഇലകളൊക്കെ വരും, പൂക്കളൊക്കെ വരും. ഇവിടെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അയ്യോ അവരൊക്കെ ഇത്ര നല്ല പൂക്കളുടെ ആൾക്കാരാണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഭയങ്കര നല്ല പൂക്കളുള്ള മരങ്ങളൊക്കെ ഇവിടെ ചുറ്റിനുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ സമയത്ത് എനിക്കൊരു ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി കം ഹിയർ ആൻഡ് കുറച്ചല്ല എല്ലാ മരങ്ങളിലെയും പൂക്കൾ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു കുറച്ചധികം അങ്ങ് നടന്നു. പക്ഷെ ഇപ്പം നല്ല വെയിൽ തോന്നുന്നുണ്ട്. ഞാൻ സൺസ്ക്രീൻ ഒന്നും തേച്ചിട്ടില്ല. ഇപ്പം ഇവിടെ വിൻ്റർ ആയത് കാരണം സൺസ്ക്രീനൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം വെയിലടിക്കുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം സൺസ്ക്രീനൊക്കെ എവിടെയോ മാറ്റി വെച്ചേക്കും. അതൊക്കെ ഇനി എക്സ്പയറി കഴിഞ്ഞോ പുതിയ സൺസ്ക്രീൻ മേടിക്കണമെന്ന് അറിയത്തില്ല. ഇവിടെ കണ്ടോ, ആരോ ഒരു കുട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോവാം. ഇനി പെട്ടെന്ന് വിൻ്റർ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു കേട്ടോ. എനിക്കൊന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും പെട്ടെന്ന് കടന്നുപോയ ഒരു 5 വർഷം വേറെ എൻ്റെ ഒരു ഫേവറേറ്റ് ഇവിടുത്തെ ഒരു പാലമാണ് കേട്ടോ. ഞാനിവിടെ മഞ്ഞുകാലം വരുമ്പം ഡെഫിനറ്റ്ലി എല്ലാ വർഷവും ഞാനിവിടെ വന്നിട്ടൊരു ഇങ്ങനൊരു വീഡിയോ എടുക്കും. ഈ പാലത്തിൻ്റെ കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ, ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ മഞ്ഞ് കണ്ടിട്ട് നല്ല രസമാണ്. അപ്പം ഒരു 3-4 വർഷമായിട്ട് എൻ്റെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഈ പാലത്തിൽ വന്ന് നിന്നിട്ട് ഒരു മഞ്ഞിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്നുള്ളത്. ആൾക്കാരൊക്കെ വീടിൻ്റെ പുറത്തിറങ്ങി ഓരോ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ആൾക്കാരെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആൾക്കാരെ കണ്ടു കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ. വിൻ്ററൊക്കെ ആകുമ്പോൾ പിന്നെ ആരും പുറത്തൊന്നും ഇറങ്ങത്തില്ലല്ലോ. ഇന്നിപ്പം കുറേ നാൾ കൂടി ഒരു
നല്ലൊരു വെതറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി മിറ്റമൊക്കെ അടിക്കുന്നുണ്ട്. ഈ മരം എന്ത് കരിഞ്ഞുണങ്ങിയാൽ നിൽക്കുന്നതെന്ന് നോക്കേ. പക്ഷേ ഇതുണ്ടല്ലോ, ദിസ് വിൽ ഗീവ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് ചെറി ബ്ലോസം ആണെന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഫർണിച്ചറും ഓരോന്നൊക്കെ പുറത്തിറക്കി വെച്ച് തുടങ്ങിയത്. എവിഡൻസ് ഫോർ ദാറ്റ്. വാവ്, ഇറ്റ്സ് സച്ച് എ ബിഗ് മിറർ ഹിയർ ഇൻ ദ റോഡ് സൈഡ്. ഇത് പുറത്ത് വെച്ചേക്കുക. യു വാണ്ട് ടു ബൈ ബൈ. നടന്ന് തിരിച്ചെൻ്റെ വീട് എത്താറായിട്ടുണ്ട്. ഞാൻ ഈ വ്ളോഗ് അങ്ങനെ ഒത്തിരി ലെങ്തി വ്ളോഗ് ആക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇറ്റ് വാസ് എ സെൽഫിഷ് വ്ളോഗ്. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ വയ്യായിരുന്നു. അപ്പോൾ നടക്കുന്ന നേരത്ത് എനിക്ക് ആരെങ്കിലും കൂട്ട് വേണമായിരുന്നു. അതിന് വേണ്ടിയാണ് നിങ്ങളെയൊക്കെ എൻ്റെ കൂടെ കൂട്ടിയത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്താറായി. ഇപ്പം ഞാൻ പോയിട്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ബ്രൊക്കോളി ഫ്രൈഡ് റൈസ് ബ്രൊക്കോളി അല്ലല്ലോ, കെയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാന്ന്. അതുണ്ടാക്കാൻ പോവാണ്. ദാറ്റ്സ് ഓൾ. അപ്പം ഇനി എന്തെങ്കിലും ഒരു ലെങ്തി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ശ്രമിക്കാം. ഗുഡ് മോർണിംഗ് അല്ലല്ലോ, ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ? ഓക്കെ, എനിവേ പുള്ളി ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഞാനും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പം നല്ലൊരു വോക്കിന് കമ്പനി തന്നതിന് താങ്ക് യു സോ മച്ച്. സീ യു ഓൾ ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.